guys, welcome back to my channel. ഇന്ന് നമ്മൾ പോകുന്നത് കുളുക്കുമലയിലേക്കാണ്. അതെ, നമ്മൾ ഇന്ന് പോകുന്നത് കുളുക്കുമലയിലേക്കാണ്. അപ്പോൾ കുളുക്കുമലയിട്ടാ അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം സൂം ചെയ്തിട്ടുള്ള വ്യൂ ആണിത്. അപ്പോൾ ഇത് ഡേ 3 ആണ് കേട്ടോ. നമ്മൾ മൂന്നാറിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ വീഡിയോ ഇട്ട് വെറുപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ മൊത്തം 4 ദിവസമായിട്ടാ മൂന്നാറിൽ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഓരോ ദിവസത്തെ വിശേഷങ്ങളാണ് ഞങ്ങളിപ്പോൾ വീഡിയോയിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപുള്ള വീഡിയോകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം. അപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ ദിവസം കുളുക്കുമലയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4:30 മണിയായപ്പോൾ എണിച്ച് റെഡിയായി നിന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിവാരത്ത് നിന്ന് ഇവിടേക്ക് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ ഒരു ജീപ്പിൽ ഞങ്ങളും കൂടാണ്ട് തന്നെ വേറെ 2 ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ജീപ്പിൽ വരുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. പക്ഷേ ഫോണെടുത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അമ്മാതിരി കുലുക്കണം. വെറുതെ അല്ല ഇതിനെ കുളുക്കുമലയെന്ന് പേരിടുന്നത്. കുലുങ്ങി അത്രയ്ക്ക് അവശ്യമായി. ഫോണൊന്നും കൈകൊണ്ട് തൊടാൻ പറ്റില്ല. കാരണം ഇപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അപ്പോൾ ഇതാണ് സൂര്യോദയം. നമ്മളെ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. അത്രയ്ക്ക് മനോഹരമായൊരു കാഴ്ചയാണ്. ഞാൻ ടൈം ലാപ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെ ഉയർന്ന് വരുന്നേ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് എപ്പോഴാണ് ഉദിക്കണേ നോക്കി നിന്ന് അങ്ങനെ സൂര്യൻ ഉദിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി കാഴ്ചയായിരുന്നു. അതുപോലല്ല ഈ മല ഇപ്പം നമ്മൾ വരുമ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. ഒരുപാട് കാഴ്ചകളൊന്നും കണ്ടിരുന്നില്ല. വെളിച്ചം വെച്ച് തുടങ്ങിയപ്പോഴാണ് അപ്പുറത്തൊക്കെ കാണാൻ നല്ല രസമാണ്. എനിക്ക് അക്കുലൂന് ഇവിടെ വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഉമ്മ ഉറക്കത്തിൽ നിന്ന് വിളിപ്പിച്ച് എണിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നടക്കാൻ ഒട്ടും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല. മാത്രല്ല ഗൈസ്, ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ 2 ആളും തണുത്ത് വരച്ചിട്ടാണ് നിന്നിരുന്നത്. ഇവിടം വരാട്ടെ നമ്മൾ ജീപ്പിൽ വരാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറേ നടക്കാനുണ്ട് മേലോട്ട്. ഈ മലയിലേക്ക് കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ജീപ്പിട്ട സ്ഥലത്തേക്ക് തിരിച്ച് വന്ന് ഞങ്ങളെ ജീപ്പ് വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ. ഇപ്പോഴാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണാൻ തുടങ്ങിയത്. മറ്റേത് നല്ല ഇരുട്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ താഴ്വാരത്ത് പോയിട്ട് ജീപ്പ് ഒന്ന് നിർത്തി തന്നു കേട്ടോ. താഴെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നല്ല ചായ കുടിക്കാൻ വേണ്ടി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ചായ കുടിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അതേ ആ കാണുന്നതാട്ടോ മീശിപ്പുലിമല. അവിടെയും കൂടി ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോക്ക് നടന്നില്ല. ഞങ്ങൾ 2ാമത്തെ ദിവസം സ്റ്റേ ചെയ്തത് ഇവിടെ ആയിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ കിട്ടുന്നൊരു വ്യൂ ആണിത്. സത്യം പറഞ്ഞാൽ റൂമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അന്ന് ഞാനിങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇപ്പം എടുക്കണ ഈ വീഡിയോ ക്ലിപ്പൊന്നും എടുത്തത്. യൂട്യൂബിൽ വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ റൂമും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഈ റൂം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്ര വൃത്തിയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു വാട്ടർഫോൾ കാണാൻ പറ്റും. വാട്ടർഫോളല്ല, ചെറുതായിട്ടൊരു വെള്ളം ഇങ്ങനെ ഒഴുകി പോണത്. പക്ഷെ അതിൻ്റെ നാദം കേൾക്കാൻ നല്ല രസമുണ്ട്. കുളുക്കുമലയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ നിന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ റൂം അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോണത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. ഇതാണ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടെ ഇങ്ങനെ സ്പൈസസ്, എല്ലാതരം സ്പൈസസ് അവരിങ്ങനെ വിൽക്കാൻ നിൽക്കുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു. അതിൻ്റെ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞാൻ മറ്റോണം വീഡിയോ എടുത്തില്ല കേട്ടോ. അതാണ് ഇങ്ങനെ ചെറിയ ക്ലിപ്പുകൾ ഇടയിൽ വരുന്നത്.
കുതിരസവാരിയിൽ കയറാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പപ്പാനായിട്ട് കയറി. അപ്പോൾ ഗായ്സ് രസമുണ്ടായിരുന്നു ഇതിൻ്റെ മേൽക്കൂടെ പോവാൻ. പക്ഷെ ചാണകത്തിൻ്റെ സ്മെല്ലടിച്ചിട്ട് പോകാൻ പറ്റിയിരുന്നില്ല. ഞാൻ പോകുന്നില്ല ഗായ്സ്, എനിക്ക് പേടിയാണ് കുതിര പുറത്ത് കയറാൻ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അനസ് വണ്ടി അപ്പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടി നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മാങ്ങ വിൽപ്പനക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 10 രൂപ 20 രൂപ കണ്ട കേട്ടോ ഒരു പാക്കറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മാങ്ങ വാങ്ങി. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കാണിച്ച കോപ്പറാട്ടികളാണിത്. ഇവിടെ ആട്ടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് കയറിയത്. നല്ലൊരു വ്യൂ ആയിരുന്നു ആ ഒരു റെസ്റ്റോറൻറ്റിൽ. പക്ഷേ അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് പണി തന്നു. അവിടുത്തെ ഫുഡ് കഴിച്ചാൽ പിന്നെ എല്ലാവർക്കും വയറിന് ചെറുതായിട്ടൊരു പണി കിട്ടി. പക്ഷേ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. ആ റെസ്റ്റോറൻറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വേറൊരു ഡാമിലേക്ക് പോയി. ഇവിടെ ഇതുപോലത്തെ ഒരു ഡാമുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ പാർക്ക് കാര്യങ്ങൾ പൈൻ മരങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷെ ഇവിടെ ടൈമിംഗ് ഉണ്ട് കേട്ടോ. ഇന്ന ടൈമിങ്ങിന് വരണം, ഇന്ന ടൈമിങ്ങിന് ക്ലോസ് ചെയ്യും. ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്ലേസാണ് കേട്ടോ. ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. കാരണം വെച്ചാൽ നല്ലൊരു സൈലൻ്റ് ഏരിയ, നിറച്ച് മരങ്ങളാൽ. ഈ മരത്തിന് എന്താ പറയാമെന്നറിയാം, നിറയെ ഉണ്ട് ഈ മരം. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഇവിടെ കുറേ പേര് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഊഞ്ഞാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ടൈമിംഗ് ഉണ്ട് കേട്ടോ, എത്ര ടൈമിന് ഇത് അവസാനിക്കും. നമ്മളിവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ക്ലോസിങ് ടൈം ആയിട്ട്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ കയറാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ ബോട്ടിങ്ങിന് പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട് ക്ലോസിങ് ടൈം ആയപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോട്ടിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ 3ത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഡേ 4 കൂടി ഉണ്ട്. ഡേ 4 ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. ഈ ലാസ്റ്റ് ഡേയിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.